നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചുട്ട മത്തിയാണ് ഉണ്ടാക്കുന്നത്. ഇത് പ്രമേഹവും കൊളസ്ട്രോളും ഉള്ളവർ ഇതുപോലെ മത്തി കഴിച്ചു കഴിഞ്ഞാൽ അത് നന്നായിട്ട് കുറയുന്നതായിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 10 കഷ്ണം മത്തി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു തണ്ട് കറിവേപ്പില ഇടാണ്. ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുഴുവൻ കുരുമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 8 ചെറിയുള്ളി. ആദ്യം ഇതൊക്കെ ക്രഷ് ചെയ്ത് എടുക്കണം. ഉള്ളിയും കുരുമുളകും ഇഞ്ചിയൊക്കെ നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ മത്തിയിലേക്ക് ചേർക്കണം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ മസാലയൊക്കെ നന്നായിട്ട് ഇതിൽ തിരുമ്മി പിടിപ്പിച്ചിട്ട് 15 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഇതിനകത്ത് വേറെ ഇനിയൊരു മസാലപ്പൊടി നമ്മൾ ചേർക്കുന്നില്ല. വളരെ സിമ്പിൾ മസാലയാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് നമ്മൾ അതേ വലിപ്പത്തിലുള്ള ഒരു വാഴയില ഇതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് വെക്കാം. എന്നിട്ട് നമ്മൾ ഈ നേരത്തെ പുരട്ടി വെച്ചിരിക്കുന്ന മത്തി അത് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഇതിൽ നമ്മൾ ഒട്ടും തന്നെ ഓയിൽ ഉപയോഗിക്കുന്നില്ല. നോ ഓയിൽ ഡിഷാണിത്. എല്ലാ മത്തിയും ഇതിലേക്ക് നിരത്തി വെച്ചതിന് ശേഷം ആ ചട്ടിയിലെ ബാക്കിയുള്ള മസാല ഉണ്ടല്ലോ അതെല്ലാം ഇതിൻ്റെ പുറത്ത് നന്നായിട്ട് തൂവി കൊടുക്കണം. അതിൻ്റെ മുകളിൽ അതേപോലെ തന്നെ ഒരു വാഴയില വെച്ച് അതിൻ്റെ മുകളിൽ ഇത് മൂടത്തക്ക വിധത്തിലൊരു മൂടിയും കൂടെ വെക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മുകളിലത്തെ വാഴയില മാറ്റിയിട്ട് അതൊന്ന് തിരിച്ചിടുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മീൻ ഫുള്ളായിട്ട് വെന്തു. അപ്പോൾ അതിൻ്റെ മോൾ ഭാഗത്തു കൂടി കുറച്ച് ചൂട് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളത് തിരിച്ചിടുന്നത്. അങ്ങനെ തിരിച്ചിട്ട് 2 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളുടെ ചുട്ട മത്തി റെഡിയായി. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രമേഹമുള്ളവരും, പണ്ട് ഞങ്ങളുടെ അമ്മമ്മ പ്രമേഹം ഉണ്ടായിരുന്നു. ആൾ ഫുള്ളായിട്ടാണ് നമ്മളിത് ക്ലീൻ ചെയ്തിട്ടാണല്ലോ ചെയ്യുന്നത്. ആൾ ക്ലീൻ ചെയ്യാതെയൊക്കെ ഫുള്ളായിട്ട് ഇങ്ങനെ വെച്ച് ചുട്ടെടുത്ത് കഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ ചെതുമ്പലും അതിൻ്റെ തലഭാഗമൊക്കെ കളഞ്ഞിട്ടാണ് കഴിക്കാറ്. പ്രമേഹത്തിനും കൊളസ്ട്രോൾ കുറയാനും ഇതിനകത്ത് ഒട്ടും തന്നെ ഓയിൽ ഒഴിച്ചിട്ടില്ല. ഇപ്പോൾ പ്രത്യേകിച്ച് നെയ്യുള്ള ചാളയാണ് വരുന്നത്. അപ്പോൾ ആ നെയ്യ് തന്നെ കിടന്നിട്ട് അത് വെന്ത് കിട്ടും. പിന്നെ വാഴയിലയിൽ വെക്കുന്നത് കൊണ്ട് അടിയെ പിടിക്കില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.